ഹായ് ഓൾ അസ്സാം വലൈക്കും. റീൻഹൻ്റെ തേർഡ് ബർത്ത്ഡേ യൂണിക്കോൺ തീം കേക്കാണ് ഇന്ന് റെഡിയാക്കുന്നത്. എൻ്റെ വാനില സ്പഞ്ച് കേക്ക് ഉണ്ടാക്കി കട്ട് ചെയ്ത് 3 ലെയറായി കട്ട് ചെയ്തെടുത്തു. ശേഷം ഒരു പാൻ വെച്ച് അതിലേക്ക് 8 സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്തു, കാരമൽ ചെയ്തു. അതിനകത്ത് ഒരു ക്യൂബ് ബട്ടർ ഇട്ട് ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് നന്നായി അത് ക്രീം രൂപത്തിലാക്കി കാരമൽ സോസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് ഇത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കാരമൽ സോസ് റെഡി ആയിട്ടുണ്ട്. ശേഷം നട്ട്സും കട്ട് ചെയ്ത് വെച്ചു ഫില്ലിങ്ങിന് വേണ്ടി. ഫിയോണൻ്റെ വിപ്പിംഗ് ക്രീമും ഷുഗർ പൊടിച്ചത് ആഡ് ചെയ്തിട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. ക്രീം നന്നായി തിക്കാവുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കുക. സബ്സ്ക്രൈബ്. വീഡിയോ ഒരുപാട് പേര് കാണുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. നല്ല യമ്മി റെസിപ്പീസും ട്രാവലും ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ് എല്ലാം ഒക്കെ ആഡ് ചെയ്യുന്നതാണ്. കേക്കിൻ്റെ ബേസ് വെച്ചതിന് ശേഷം ഞാൻ കുറച്ച് ക്രീം ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ എപ്പോഴും കേക്ക് ഉണ്ടാക്കിയ കേക്കിൻ്റെ ഹൈ പൊസിഷനിൽ വരുന്ന ഭാഗമായിരിക്കും കേക്കിന് അടിയിൽ ക്രീം ചെയ്യാൻ കൊടുക്കുക. അതാണ് കുറച്ചും കൂടി എനിക്ക് കംഫർട്ടായിട്ട് തോന്നുക. കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ വെച്ച് ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് ക്രീം ആഡ് ചെയ്ത് കാരമൽ സോസ് ആഡ് ചെയ്ത് കുറച്ച് നട്ട്സും ആഡ് ചെയ്ത് ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാനൊരു കേക്കിന് 3 ലെയറായിട്ട് കട്ട് ചെയ്തതിന് അപ്പോൾ നമുക്ക് ടോട്ടലി ഒരു 6 ക്രീം ചെയ്യാനുണ്ടാവും. അപ്പോൾ മൊത്തം ചെയ്തതിന് ശേഷം ഞാൻ ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു 4 to 5 hours വരെ. ഈ നട്ട്സ് ആഡ് ചെയ്യുമ്പോൾ എൻ്റെ മോളും കൂടി എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് ക്രീം വെറ്റാക്കിയിട്ട് തന്നെ എടുക്കുക ഷുഗർ സിറപ്പ് വെച്ചിട്ട്. ഷുഗർ സിറപ്പ് അല്ലെങ്കിൽ മിൽക്കും യൂസ് ചെയ്യാം. ഞാനിവിടെ ഷുഗർ സിറപ്പാണ് യൂസ് ചെയ്തത്. ഫുൾ ക്രം കോട്ട് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കുക. ഞാനിവിടെ സ്റ്റിക്ക് യൂസ് ചെയ്തിട്ടുണ്ട്, കാരണം ഇതൊരു ഹൈറ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ സ്റ്റിക്ക് കട്ട് ചെയ്തിട്ട് അളവിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് ഒരു 3 സ്റ്റിക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ആഡ് ചെയ്തതിന്. നെക്സ്റ്റ് ക്രീമിന് കളറ് മിക്സ് ചെയ്യുന്നുണ്ട്. എൻ്റെ അടുത്തുണ്ടായ 3 കളറ് വെച്ചിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ 2 കളർ ആഡ് ചെയ്തിട്ട് വേറൊരു കളർ ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയും ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഒരു കളറ് ജയിച്ചിട്ടുണ്ട്, ഒരു ഓറഞ്ച് കിട്ടിയിട്ടുണ്ട്, ഒന്ന് ഫ്ലോപ്പ് ആയിട്ടുണ്ട്. ബ്രൗണാണ് കിട്ടിയത്. ബ്രൗൺ ഇവിടെ ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ ഒഴിവാക്കി. വീണ്ടും കേക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതിന് ശേഷം മൊത്തം ക്രീമൊക്കെ മൊത്തം സ്പ്രെഡ് ചെയ്തതിന് ശേഷം മൊത്തം കവറപ്പ് ചെയ്തെടുക്കുക. നല്ല യമ്മി ആയിട്ടുള്ള കേക്കാണ്, എന്തായിട്ടും ട്രൈ ചെയ്യണം ഈ കേക്ക്. ക്രീം അധികം വേണ്ടാത്തവർക്ക് ക്രീമൊക്കെ കുറച്ച് കളേഴ്സൊന്നും ആഡ് ചെയ്യാണ്ട് കേക്കും ഫില്ലിങ്ങും മാത്രം ചെയ്തിട്ട് നോക്കുക. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. ഇത് മോളുടെ ബർത്ത്ഡേ കേക്ക് ആയതുകൊണ്ടാണ് ഞാൻ ഇത്ര കളറൊക്കെ ആഡ് ചെയ്തിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. 3 കളേഴ്സ് ഞാൻ ഇങ്ങനെ കൊടുത്ത്, അപ്പോൾ കുറച്ചും കൂടി ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. ഒരു ഫോട്ടോൻ്റെ പ്രിഫറൻസ് ഉണ്ടായിട്ടുണ്ടായിന്, അപ്പോൾ അത് വെച്ചിട്ട് ചെയ്ത് നോക്കിയതാണ്. മോശമില്ല, നന്നായിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ ഒരു വൈറ്റിലായിരുന്നു ചെയ്തത്. ഇതാണ് കുറച്ച് കളറൊക്കെ ആഡ് ചെയ്തിട്ടാണ് ചെയ്തത്. ബോഡി വൈറ്റും ഹെഡിൻ്റെ ഭാഗത്ത് കളേഴ്സ് ആഡ് ചെയ്തിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കുറേ ബോഡിയിലും മൊത്തം ഹെഡും എല്ലാം കളേഴ്സ് കൊടുത്തിട്ട് ചെയ്ത് നന്നായിട്ടുണ്ട്. ന്യൂറിൻ്റെ ഒരു നോസിൽ വെച്ചിട്ടാണ് ഈ ഡിസൈൻ ചെയ്തത്. ഒരു നോസിലായിരുന്നു, അത് കുറച്ച് റൗണ്ട് ചെയ്തിട്ടും കുറച്ച് ഇതാക്കിയിട്ടൊക്കെ ചെയ്തു. യൂണിക്കോണിന് മെയിനായിട്ട് കോൺ വേണമല്ലോ, അപ്പോൾ കോൺ ഉണ്ടാക്കാൻ ഞാൻ ഐസ്ക്രീമിൻ്റെ കോണാണ് യൂസ് ചെയ്തത്. അത് കട്ട് ചെയ്തിട്ട് ഫോണ്ടൻ്റ് വെച്ചിട്ട് ചുറ്റി. അതുപോലെ യൂണിക്കോണിൻ്റെ ചെവിയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനൊക്കെ ഞാൻ ഗ്ലിറ്റേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഗ്ലിറ്റേഴ്സ് ആഡ് ചെയ്യുമ്പോൾ കുറച്ച് ഷുഗർ സിറപ്പ് അതിനകത്താക്കിയിട്ട് ആഡ് ചെയ്തു, അപ്പം കുറച്ചും കൂടി കോട്ടായിട്ട് നിൽക്കും. യൂണിക്കോണിൻ്റെ കണ്ണെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വൈറ്റ് ഫോണ്ടൻറ്റിനെ ബ്ലാക്ക് കളർ ആഡ് ചെയ്തിട്ട് യൂണിക്കോണിൻ്റെ കണ്ണാക്കിയിട്ടുണ്ട്. റിൻഹ എന്നുള്ള നെയിമൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ കണ്ണൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ണും നെയിമൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ വീണ്ടും ഗ്ലിറ്റേഴ്സ് കുറച്ച് ആഡ് ചെയ്ത് ബോർഡൊക്കെ ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട്. ശേഷം അതിൻ്റെ 2 കൊമ്പും ചെവി അതിൻ്റെ മെയിൻ കൊമ്പൊക്കെ ആഡ് ചെയ്തു അത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അടിപൊളിയായിട്ടുള്ളൊരു കേക്കാണ്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. വീഡിയോസ് ഒരുപാട് പേരിലെത്തുന്നുണ്ട്. താങ്ക് യു എവരിബഡി.